പാപ്പി, നിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി നീ എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്? അവന്റെ മാനവികത. അത് ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടേ, ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ പറയണത്. ഞങ്ങൾക്ക് ഞാനും എൻ്റെ മോളും ഇത്രയും നാളും അദ്ദേഹം സഹായിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത പൈസ കൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? അത് നിങ്ങൾ കൊടുത്ത ക്യാഷിനാണോ അദ്ദേഹം ഒരുപാട് പേർക്ക് സഹായം ചെയ്തത്? ഈ ഥു എന്നൊക്കെ വെക്കാനായിട്ട് കുറച്ചെങ്കിലും നാണമില്ലേ? ഇത് സോഷ്യൽ മീഡിയ ആണ്. അദ്ദേഹത്തെ ഇങ്ങനെ അവഹേളിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? ഈ പട്ടി ഒട്ട് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് ഒട്ട് തീറ്റിക്കുകയുമില്ല എന്നുള്ള ഒരു പഴഞ്ചൊല്ലാണ് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുള്ളത്. സഹായം തേടി വരുന്നവന്റെ നിസ്സഹായാവസ്ഥയും കണ്ണീരും ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഇവന് എന്ത് മാനവികതയാണുള്ളത്? ഒരു ഫോണും ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ എന്തും വന്നിരുന്ന് വിളിച്ച് പറയരുത്. കാരണം അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ആ സഹായിക്കുന്നവരുടെയൊക്കെ ചിത്രം ബ്ലർ ചെയ്തിട്ടാണ് അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നത്. ഒരിക്കലും ഒരാളുടെ മുഖം പോലും അദ്ദേഹം കാണിക്കാൻ തയ്യാറായിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മാന്യത. നിനക്കില്ലാത്തതും അതാണ്. പിന്നെ ഈ വീഡിയോ ചെയ്ത നിങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സഹായം സ്വീകരിച്ച ആൾക്കാർ തന്നെ രംഗത്ത് വന്നായിരുന്നു. കണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്ക്. കാര്യങ്ങളാണ് അവൻ പറയണത്. ഞങ്ങൾക്ക് ഞാനും എൻ്റെ മോളും ആദ്യത്തെ പ്രാവശ്യം ഞാൻ തന്നെ വന്ന്, ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നെങ്കിൽ എൻ്റെ കടങ്ങൾ തീർക്കാനും എൻ്റെ വീട് കഴിഞ്ഞു പോയി ഞാൻ ആത്മഹത്യ വയ്ക്കുന്നതാണ് ഉസ്താദ് എന്നെ രക്ഷിച്ചത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നെടുത്തുനിന്ന് എൻ്റെ കടം വിട്ടാനും എനിക്ക് വാടക കൊടുക്കാനും എൻ്റെ ജീവൻ നിലനിർത്താൻ തന്നെ സഹായിച്ചൊരു വ്യക്തി. അതുപോലെ തന്നെ പലരെ സഹായിച്ചിട്ടുണ്ട്. വീഡിയോ കാണാറുണ്ട് ഞങ്ങൾ. ആരുടെ മുഖം കാണിച്ചുകൊണ്ട് ഉസ്താദിന് വേറെ വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയേ ഒന്നും ചെയ്തുകൊണ്ടല്ല ഞങ്ങൾക്കൊക്കെ ചെയ്തത്. ഉസ്താദ് കൊണ്ട് വിഷമിക്കണ്ട. പിന്നെ അവൻ പറയുന്നത്, ഇവന്മാരെ പോലുള്ള ആളുകൾ നമ്മളൊരു സഹായം ചോദിച്ച ഉടനെ പറയുന്ന കാര്യം എന്താണെന്നറിയാവാ? രാത്രിക്ക് വരുവാ, വീഡിയോ കോൾ കാണിച്ചതാ. ഇതൊക്കെ പറയുന്നവന്മാരാണ് ഉസ്താദിനോട് ഈ വക ചരിത്രങ്ങൾ പറയുന്നത്. ഉസ്താദ് ഇപ്പം തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാത്തൊരു കാര്യമാണ് ഈ കരുതുണ്ട് ഭൂമി. അതിനുള്ള വക കാണിച്ചതെന്ന് ഉസ്താദാണ്. ഉസ്താദ് ആയിരുന്നു 1 രൂപ പോലും എടുത്തിട്ടില്ല. കേട്ടായിരുന്നോ? ചെവിയിലൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? കേട്ടില്ലേ? വ്യക്തമായിട്ട് കേട്ടില്ലേ? ഇദ്ദേഹത്തിന്റെ സഹായം സ്വീകരിച്ചവർക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല അവരുടെ വീഡിയോ എടുത്തതിലോ അപ്ലോഡ് ചെയ്തതിലോ. ഈ ഉസ്താദ് അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് ഈ സഹായം സ്വീകരിച്ചവരുടെയൊക്കെ മുഖം മറച്ചിട്ടുണ്ട്. അത് ചേട്ടൻ കണ്ടായിരുന്നോ? കണ്ടല്ലോ. അപ്പൊ അത്രയും ഒക്കെ നല്ല മനസ്സുള്ള ഒരാളെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെ അവഹേളിക്കുന്ന നിങ്ങൾക്കല്ലേ മനുഷ്യത്വമില്ലാത്തത്, ഉളുപ്പില്ലാത്തത് അല്ലേ? അപ്പം നിങ്ങളുടെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നെയും ഏതോ ഒരു വീഡിയോയിൽ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സുരേഷ് ഗോപിയെ പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ ചെയ്തത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സോഷ്യൽ മീഡിയ ആണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ഫോണും ഓണാക്കി വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മുടെ ഇത് ജനാധിപത്യ രാജ്യമാണ്. പിന്നെ ഈ ഉസ്താദിനെ ഇങ്ങനെ അത് വിമർശിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കാരണം ഉസ്താദ് സഹായിച്ചത് നിങ്ങളെയാണോ? അല്ല, ഈ ഉസ്താദിനെ പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളത് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പൊ ഈ സഹായിച്ചില്ലെങ്കിലും ഈ ഉപദ്രവിക്കാൻ പോകരുത് എന്ന് പറയില്ലേ? നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ കാര്യം? ഈ മറ്റുള്ളവരുടെ ഫോട്ടോ എടുത്ത് അല്ലെ മറ്റുള്ളവരെ സഹായിക്കുന്നത് റീലാക്കി കാണിച്ച് അതിൽ നിന്നും ഉസ്താദ് കാശുണ്ടാക്കുന്നതാണോ നിങ്ങൾക്ക് പ്രശ്നം? അങ്ങനെ ഉസ്താദിന് ആ വീഡിയോയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ റവന്യൂ കിട്ടുന്നെങ്കിൽ അതിൻ്റെ ഒരു പങ്കും അദ്ദേഹം ഈ ആൾക്കാർക്ക് സഹായം ചെയ്യുന്നില്ലേ? അത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സല്ലേ? അത് കാണാതെ നിങ്ങളിങ്ങനെ ഥൂ എന്നൊക്കെ വെക്കാനായിട്ട് കുറച്ചെങ്കിലും ഉളുപ്പൊക്കെ ആകാം സഹോദര. നമ്മുടെ ഈ കാലത്തെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ 1 രൂപയെങ്കിലും കൊടുക്കാനായിട്ട് മടിയുള്ള ആൾക്കാരാണ് കൂടുതലും. കാരണം നമുക്ക് തന്നെ ജീവിക്കാൻ തികയുന്നില്ല. അപ്പം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് നല്ല മനുഷ്യരുണ്ടാവും. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാനായിട്ട് പോകരുത്. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ കൊടുക്കുമ്പോൾ ആ സഹായം സ്വീകരിച്ച ആൾക്കാരുണ്ടല്ലോ, അവരുടെ മനസ്സ് നിറയുന്നു, അവരുടെ കണ്ണ് നിറയുന്നു, അവരുടെ സന്തോഷം, അവർ പറയുന്ന വാക്കുകൾ അത് വീഡിയോയിലൂടെ കാണുന്ന നമുക്കും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിൻ്റെ നന്മ എത്രയാണ്, ആ സഹായം കിട്ടിയവർക്ക് എത്രത്തോളം സന്തോഷമുണ്ടായി, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൂടെ? നമുക്കും ഈ ഇങ്ങനെയൊക്കെ വീഡിയോ ചിലരിടുന്ന കാണുമ്പോൾ
ചിലർക്കെങ്കിലും തോന്നിപ്പോകും, അയ്യോ എനിക്കും ഇങ്ങനെ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഞാനും ഇതിൽ നിന്ന് കൊടുക്കും, എനിക്കും കൊടുക്കണം എന്ന് ചിലർക്കെങ്കിലും തോന്നിപ്പോകും. ഈ കൊടുക്കാൻ ഒട്ടും മനസ്സില്ലാത്ത ചിലരെങ്കിലും ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന രീതിയിലും ഇതുപോലെ വീഡിയോസ് പങ്കുവെക്കുന്ന ആൾക്കാരുണ്ട്. ഉബൈദ്, സൂരജ് ഇവരൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് സഹായം ചെയ്യുന്ന വീഡിയോസ് എന്തിനാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്? ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൂടി ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റും. കുറച്ചെങ്കിലും എടുത്ത് സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സഹായിച്ചില്ലെങ്കിലും എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഈ രാവിലെ ചന്ദനക്കുറിയുമൊക്കെ ഇട്ട് വന്നിരുന്ന് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് കുറച്ചെങ്കിലും ഉളുപ്പില്ലേ നിങ്ങൾക്ക്? വേറൊന്നുമല്ല, ഈ ചേട്ടൻ ഇത്ര കുരു പൊട്ടാനായിട്ട് നമ്മൾ BJP പാർട്ടിയെ ഒന്നും പറയാനായിട്ട് പാടില്ല. BJP പാർട്ടിയെയോ BJP അനുഭാവികളെയോ സുരേഷ് ഗോപിയെയോ ഈ നമ്മുടെ ശോഭാ സുരേന്ദ്രനെയോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചേട്ടന്മാർക്ക് കുരു പൊട്ടും. ആ കുരു പൊട്ടലാണ് ഈ വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഉസ്താദിനെ ഇങ്ങനെ പറയാനുള്ള യാതൊരുവിധ യോഗ്യതയും നിങ്ങൾക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോട്ടെ. നിങ്ങളെ എന്തെങ്കിലും ദ്രോഹിക്കാൻ അദ്ദേഹം വന്നോ? നിങ്ങൾക്കിപ്പോൾ അഭിപ്രായം പറയാം എന്ന പോലെ തന്നെ അദ്ദേഹത്തിനും അഭിപ്രായം പറയാൻ പറ്റും. ഇപ്പം നിങ്ങൾ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെയല്ലേ ബാക്കിയുള്ളവരും വീഡിയോ ചെയ്യുന്നത്. ഞാൻ അന്ന് സുരേഷ് ഗോപിയുടെ വീഡിയോ ചെയ്തതിനല്ലേ എന്നെ വിമർശിച്ചത്? എൻ്റെതും ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്തായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ? എനിക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ പറ്റുമെങ്കിൽ എന്നെയും വിമർശിക്കാൻ മറ്റുള്ളവർക്ക് അവകാശം ഉണ്ട് എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പ്രതികരിക്കാതിരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? പിന്നെ വിമർശിക്കാം, ഈ ആട്ടുണ്ടല്ലോ അത് വേണ്ട കേട്ടോ. അദ്ദേഹത്തിന് കിട്ടുന്ന റവന്യൂ ഒരുപാട് പേരെ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാട്ടിലും എന്നെക്കാട്ടിലും എന്തുകൊണ്ടും യോഗ്യൻ ഈ ഉസ്താദിനെ പോലെ ഉള്ളവർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ കൂടുതലായിട്ട് ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ആട്ടി തുപ്പി ഷോ കാണിക്കല്ലേ സേട്ടാ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയെ ഇത്രയധികം ആൾക്കാർ വെറുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ? നിങ്ങളുടെയൊക്കെ ഈ ആറ്റിറ്റ്യൂഡ്, അതായത് നിങ്ങളുടെ പാർട്ടിക്കാരെ എന്തെങ്കിലും പറഞ്ഞാലോ, നിങ്ങളുടെ ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞാലോ ഉടനെ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും വിളിക്കുക, സ്ത്രീകളെ ആണെങ്കിൽ മോശമായിട്ട് അഭിസംബോധന ചെയ്യുക, വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇതുപോലെ ആട്ടിത്തുപ്പി വീഡിയോ ഇടുക, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുക, ജീവന് തന്നെ അപകടത്തിലാകുന്ന രീതിയിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കൂട്ടരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ സംഘികളെ ഇത്രയധികം ജനങ്ങൾ വെറുക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള കുറച്ച് ആളുകൾ കാരണമാണ് ഈ ഒരു പാർട്ടിയെ തന്നെ വെറുക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ആദ്യം ഒന്ന് നന്നാവും. സഹായിക്കുന്നവർ സഹായിച്ചോട്ടെ ബ്രോ, നിങ്ങളും ഒരു കാര്യം ചെയ്യും, ഇതുപോലെ കുറച്ച് പേരൊക്കെ ഒന്ന് സഹായിക്കും. കുറച്ചെങ്കിലും അതിനൊരു അന്തസ്സുണ്ട്. ഇതിപ്പോൾ ഒരു അന്തസ്സില്ലായ്മ അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതുപോലെയുള്ള കുരു പൊട്ടുന്ന സെട്ടന്മാരോടും ചേച്ചിമാരോടും അതുപോലെ ഇങ്ങനെ പാർട്ടി രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞു കയറി ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ പറയാനുള്ളവർ, നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുക, മറ്റുള്ളവർ അവരുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോട്ടെ. ആരെങ്കിലും സഹായിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവരെ പിന്തുണച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക, ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അധിക്ഷേപിക്കാതിരിക്കുക. അവരുടെ സഹായം കിട്ടി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പം അവർക്ക് കിട്ടുന്ന ആ സഹായം ദയവ് ചെയ്ത് നിങ്ങൾ ഇല്ലാതാക്കരുത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.